ബഹുമാനപ്പെട്ട വൈദികരെ, വിധികർത്താക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഏവർക്കും ക്രിസ്തേശുവിന്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. AD 64 പരിശുദ്ധ പൗലോസ് ശ്ലീഹ തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തികൾക്ക് മാതൃകയായി കാണിപ്പീൻ. ഈ വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പുതിയ നിയമത്തിലെ 17-ാം പുസ്തകമാണ് തീത്തോസിന് എഴുതിയ ലേഖനം. 3 അധ്യായങ്ങളിലും 46 വാക്യങ്ങളിലുമായി ജീവിതത്തിന്റെ പെരുമാറ്റച്ചട്ടങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വേദഭാഗമാണിത്. ഇവിടുത്തെ പ്രധാന ചോദ്യം ആരെയാണ് നാം മാതൃകയായി സ്വീകരിക്കേണ്ടത് എന്നാണ്. യാതൊരു സംശയമില്ല, പൗലോസ് ശ്ലീഹ ശക്തമായി പ്രഖ്യാപിക്കുന്നത് സകലത്തിലും സൽപ്രവൃത്തികളോട് ജീവിച്ച് ലോകത്തിന്റെ പാപഭാരത്തെ ചുമന്നുകൊണ്ട് കാൽവരി ക്രൂശിൽ സ്വയം ബലിയായി തീർന്ന യേശുക്രിസ്തുവിനെ മാതൃകയാക്കുവാനെന്നാണ്. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം മുഴുവൻ എങ്ങനെയെല്ലാം സൽപ്രവർത്തികൾക്ക് അനുരൂപരാകാമെന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന അനുഭവത്തിൽ മാത്രമേ സൽപ്രവർത്തികൾക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം ക്രിസ്തുവിൽ ഒരു ശരീരവും പരസ്പരം അവയവങ്ങളുമാകുന്നു എന്ന് 5-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 13:35 യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്നറിയപ്പെടും. ഇതിനാൽ യേശുക്രിസ്തു വ്യക്തമാക്കുന്നത് സൽപ്രവർത്തികളുടെ ആരംഭത്തെയാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്ന മാതൃകാപ്രകാരം നടക്കുന്നവനെ കുറുകൊള്ളുവീൻ എന്നാണ്. വാക്കിലും നടപ്പിലും പ്രവൃത്തിയിലും സകലത്തിലും സൽപ്രവർത്തികളോട് ജീവിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീർന്ന വിശുദ്ധ ദൈവമാതാവിനെയും പരിശുദ്ധ പരിമല തിരുമേനിയും മാർ ദിവന്നാസ്യോസ് തിരുമേനിയും മാർ ഒസ്താത്യോസ് തിരുമേനിയും മദർ തെരേസയും ഒക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ആഗോളവൽക്കരണവും നവീന മാധ്യമങ്ങളും നമ്മുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ സകലത്തിലും സൽപ്രവർത്തികളോടെ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാൻ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? എന്താണ് സൽപ്രവർത്തികൾ നമ്മെ മാറ്റി നിർത്തുന്നത്? എങ്ങനെയാണ് സൽപ്രവർത്തികളാൽ നമ്മുടെ സാക്ഷ്യ ജീവിതം പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നത്? ഒന്നാമതായി, ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിലൂടെ ദൈവവചനം നാം വായിക്കുകയും പഠിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോഴാണ് സൽപ്രവർത്തികൾ ഉണ്ടാകുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ആത്മാവിനെ അനുസരിച്ച് നടപ്പീനെന്ന്. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദയ, ദീർഘക്ഷമ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നിവയാകുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും നാം സ്വയം ആർജിക്കേണ്ടുന്ന മൂല്യങ്ങളുമാണ് ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. രണ്ടാമതായി, സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള ജീവിതം നയിക്കണം. ദൈവത്തെയും സമൂഹത്തെയും സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്നതാണ് സാമൂഹ്യ പ്രതിബദ്ധത. നന്മ ചെയ്യുവാൻ മടുത്തു പോകരുത്. അവസരം ലഭിക്കുമ്പോൾ എല്ലാവർക്കും വിശേഷ സഹവിശ്വാസികളോട് നന്മ ചെയ്യുവാനെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ പാവപ്പെട്ടവരോട് ചേർന്നിരുന്നതായിരുന്നു. വിശക്കുന്നവർ, ദാഹിക്കുന്നവർ, അഗതികൾ, അനാഥ, രോഗികൾ, തടവുകാർ എന്നിവരോടെല്ലാം കരുണ ചെയ്യുവാനെന്നാണ് യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നത്. മദർ തെരേസ പറയുന്നതോ, സ്നേഹത്തിന്റെ ഫലം സേവനമാണ്, സേവനത്തിന്റെ ഫലം സമാധാനമാണ് എന്നാകുന്നു. മൂന്നാമതായി, സാമൂഹ്യ കുടുംബ ജീവിതത്തിൽ വിശുദ്ധ ജീവിതം നയിക്കണം. വിശുദ്ധിയിൽ വളരുക എന്നത് നമ്മുടെ സഭയുടെ അടിസ്ഥാന പഠിപ്പിക്കലാണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പിതാക്കന്മാരും വേദപുസ്തകവും ഒക്കെയും നമ്മെ പഠിപ്പിക്കുന്നത് വിരോധി നമ്മെ കുറിച്ച് ഒരു തിന്മയും പറയുവാൻ ഇടയാകാതെ വേണം സകലത്തിലും സൽപ്രവർത്തികളോടെ മറ്റുള്ളവർക്ക് മാതൃകയായി സുസ്ഥിരമായ ക്രിസ്തീയ ജീവിതം നയിക്കാനാണ്. സമൂഹത്തിൽ കണ്ടുവരുന്ന അനീതി, അക്രമം, തിന്മ ഇവയൊന്നും ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ കാണുവാൻ പാടില്ല. ക്രിസ്തുവിന്റെ കുരിശും കിരീടം നമ്മെ പ്രചോദിപ്പിക്കണം. മാതാപിതാക്കളും മക്കളും ഭാര്യയും ഭർത്താവും സഹവിശ്വാസികളും സുഹൃത്തുക്കളുമായുള്ള ബന്ധമെല്ലാം തികച്ചും ക്രിസ്തീയവും ധാർമ്മികവുമായിരിക്കണം. അഹങ്കാരം, അസൂയ, തിന്മ എന്നീ ജഡത്തിന്റെ മോഹങ്ങൾ നമ്മെ സൽപ്രവർത്തികളിൽ നിന്ന് മറ്റുള്ളവർക്ക് മാതൃകയിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഏത് സാഹചര്യത്തിലും ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നുകൊണ്ട് സൽപ്രവർത്തികൾക്ക് മാതൃകയായി ലോകത്തിന് വെളിച്ചമായി തീരുവാൻ നമുക്ക് സാധിക്കണം. ഇതിനായി പ്രത്യേകം പ്രാർത്ഥനയും നിഷ്ഠയും നാം വളർത്തിയെടുക്കണം. ഓർക്കുക, സൽപ്രവൃത്തികളാകുന്ന സേവനങ്ങൾ നമുക്ക് ശാന്തിയും സമാധാനവും തരുന്നു. ആയതിനാൽ ഇപ്രകാരം സകലത്തിലും സൽപ്രവൃത്തികളോടെ ജീവിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായി പരസ്പരം സ്നേഹത്തിൽ കൈകോർത്തുകൊണ്ട് മാതൃകയായി തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.